നമസ്കാരം. മൂന്നാം ലോക മഹായുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കുന്നു. ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ ട്രംപിനെ തട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. റഷ്യ യുക്രൈൻ യുദ്ധം തുടർന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന ഒരു മുന്നറിയിപ്പുമായിട്ട് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ തന്നെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. കഴിഞ്ഞ മാസം ഏകദേശം 25,000 സൈനികരടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നിലവിലെ സ്ഥിതിയിൽ വളരെയധികം നിരാശ പ്രകടിപ്പിച്ച അദ്ദേഹം ഈ അക്രമം ഉടനടി അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഏകദേശം 25,000 സൈനികരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചത്. ഈ കൂട്ടക്കൊലകൾ അവസാനിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ, മാത്രമല്ല അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇനിയും തുറന്നാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും അത് സംഭവിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്ത് പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, എവിടേക്ക് ഒരു യുദ്ധത്തിന്റെ ലാഞ്ചനകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. മണിക്കൂറുകൾക്കകം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് മുൻപ് അവകാശപ്പെട്ടിരുന്ന ട്രംപിന് റഷ്യയും യുക്രൈനും വഴങ്ങാത്തതിനാൽ ഇപ്പോഴും വെറും ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ടി വരികയാണ് എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം അതീവ നിരാശനാണ് എന്നാണ് US പ്രസിഡന്റിന്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. വെടിനിർത്തൽ ചർച്ചകളിലെ മന്ദഗതിയിൽ മോസ്കോയോടും കീവിനോടും ട്രംപ് അതിർത്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 4 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിക്കുവാൻ US പ്രധാന മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. എന്നാൽ ഇരു കൂട്ടരും അമ്പിനും ബില്ലിലും അടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതിവിശേഷം. അപ്പോൾ ഈ യുദ്ധത്തിലെ ഇരുപക്ഷത്തോടും പ്രസിഡന്റ് അതീവ അമർഷത്തിലുമാണ്. വെറുതെ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് മടുത്തിരിക്കുന്നു ട്രംപ്. സംസാരങ്ങളല്ല, നടപടികളാണ് വേണ്ടത് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു ട്രംപ്. ഈ യുദ്ധം അവസാനിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നാണ് കരോലിൻ ലീവ്റ്റ് പറയുന്നത്. നേരത്തെയും ഇക്കാര്യത്തിൽ ട്രംപ് കടുംപിടുത്തം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോവുന്ന ഒരു ലക്ഷണമല്ല കാണിച്ചത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം സമാധാന ശ്രമങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച യൂറോപ്യൻ നേതാക്കളുമായിട്ട് ഇക്കാര്യത്തിൽ ട്രംപ് ചർച്ച നടത്തി. പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും സംഘവും ഇരുപക്ഷവുമായിട്ട് നേരിട്ടുള്ള കൂടിയാലോചനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചർച്ചകളൊന്നും ഫലവത്താവുന്നില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായിട്ട് യുക്രൈന് സുരക്ഷാ സഹായം നൽകാൻ US തയ്യാറാണ് എന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കൻ സമാധാന പദ്ധതി അംഗീകരിക്കുവാൻ സെലൻസ്കി തയ്യാറാകാത്തതിനാൽ അതിലും നിരാശനാണ് അദ്ദേഹം. റഷ്യക്ക് പക്ഷപാതപരമായിട്ടുള്ള മുൻതൂക്കം നൽകുന്നതാണ് ട്രംപിന്റെ സമാധാന പദ്ധതി എന്ന ആക്ഷേപത്തിന് പിന്നാലെ യുക്രൈൻ അത് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഈ റഷ്യൻ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഇനി പല ലോകരാജ്യങ്ങളും പല തീരുമാനങ്ങളും കൈക്കൊള്ളാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലോകരാജ്യങ്ങൾ പല വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ റഷ്യയുടെ ഭാഗത്തേക്കും യുക്രൈന്റെ ഭാഗത്തുമായിട്ടായിട്ട് തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ 2 ഘടകങ്ങൾ ഉണ്ടാകും, 2 രീതികളിൽ 2 ചേരികളായിട്ട് മാറും. അങ്ങനെ ആ 2 ചേരികളിലേക്ക് എത്തപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ പോകാതിരിക്കട്ടെ. യുദ്ധങ്ങൾ ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പല രാജ്യങ്ങളും ഏത് തരത്തിലാണ് ഇതിനെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്കറിയാവുന്നത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ട്. പല രാജ്യങ്ങളും അത്തരത്തിൽ അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നു, ആയുധ നിർമ്മാണങ്ങൾ കൂട്ടുന്നു, ആയുധങ്ങൾ കൂടുതൽ വാങ്ങിക്കൂട്ടുന്നു, മിസൈലുകൾ വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് പല രാജ്യങ്ങളും. ഇപ്പൊ ജർമ്മനി ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള സമീപനങ്ങൾ, ഫ്രാൻസ് ആണെങ്കിലും അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതേസമയം ട്രംപിന്റെ കീഴില് US യുക്രൈനിലുള്ള നേരിട്ടുള്ള സൈനിക സഹായം കുത്തനെ കുറച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അന്ന് നാറ്റോ സഖ്യകക്ഷികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു മാതൃകയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അതേസമയം ട്രംപിന്റെ കീഴിൽ US ഈ യുക്രൈനുള്ള നേരിട്ടുള്ള സൈനിക സഹായം അത് കുത്തനെ കുറച്ചു കഴിഞ്ഞു. പകരം മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു മാതൃകയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യയും യുക്രൈനും ഒരുപോലെ പിടിവാശിയിലാണ്. ഇരു കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത മേഖലയിൽ സമാധാനം പുലരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു യുദ്ധത്തിലേക്ക് കോപ്പ് കൂട്ടുന്നുണ്ട് പല രാജ്യങ്ങളും. യൂറോപ്യൻ യൂണിയനുകളും ആണെങ്കിലും നാറ്റോയുമായി ബന്ധപ്പെട്ട് വരുന്നവരാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും പരസ്പരം യുക്രൈനോടും റഷ്യയോടും 2 ചേരിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി എന്ന് പറയുന്നത്.
എന്നാൽ അതേസമയം ഇന്ത്യയുമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പ്രതിരോധ കരാറിന് അംഗീകാരം നൽകുന്ന നിയമത്തിൽ ഒപ്പുവെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അമേരിക്കയുടെ ഭീഷണികളും വെല്ലുവിളികളും ഇന്ത്യക്കും റഷ്യക്കുമെതിരെ തുടങ്ങിയത് മുതൽ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മോദിയും പുടിൻ തമ്മിലുള്ള ഒരു സൗഹൃദം തകർക്കാൻ ആഗോള പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് ആകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അടുത്തിടെ തന്നെ പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ആഗോള നേതാവ് എന്നതിലുപരി ഒരു അടുത്ത സുഹൃത്തിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് മോദി അദ്ദേഹത്തെ സ്വീകരിച്ചത് നമ്മൾ കണ്ടതുമാണ്. ഇന്ത്യയെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും ആക്രമിക്കുവാൻ റഷ്യ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുവാനും ആ ബന്ധം ആഴത്തിലാക്കുവാനും ഇന്ത്യയുമായിട്ടുള്ള സൈനിക സഹകരണ കരാറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫെഡറൽ നിയമമാക്കി അത് ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മാസം ആദ്യം റഷ്യൻ പാർലമെന്റിൽ ഇരുസഭകളും അംഗീകരിച്ച കരാറിനാണ് ഇതോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രൂപം ലഭിച്ചത്. റഷ്യൻ സൈനിക രൂപീകരണങ്ങൾ, യുദ്ധക്കപ്പലുകൾ, സൈനിക വിമാനങ്ങൾ എന്നിവയൊക്കെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള സഞ്ചാരം, ഇതുപോലുള്ള പരസ്പരം ലോജിസ്റ്റിക് പിന്തുണ അത് നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ എന്നിവയൊക്കെ ഈ കരാർ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. റഷ്യൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് തയ്യാറാക്കിയ വിശദീകരണക്കുറിപ്പ് അനുസരിച്ചിട്ട് സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും അയക്കുന്നത് മാത്രമല്ല അത്തരം വിന്യാസങ്ങളുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക് പിന്തുണയും കരാർ നിയന്ത്രിക്കും. സുപ്രധാന സൈനിക കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി ഇന്ത്യക്കെതിരെ പോരാടാൻ ഇനി ഒന്ന് വിറയ്ക്കും എല്ലാ ലോകരാജ്യങ്ങളും പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുറന്നാൽ അത് മൂന്നാം ലോക യുദ്ധത്തിൽ അല്ലെങ്കിൽ ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് അത് മറ്റു രാജ്യങ്ങൾക്ക് ഭയമുളവാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇന്ത്യക്ക് അതൊരു പ്രശ്നമല്ല. ഇനി ഇന്ത്യയെ തൊടാൻ ലോകരാജ്യങ്ങൾ ഒന്ന് വിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച